ഹലോ, എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കൊണ്ട് ഒരടയുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഇതാ ഓട്സ് എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായി ഒന്ന് ഫോർക്ക് കൊണ്ടോ മറ്റോ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ അത് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി നുറുക്കിയ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ എള്ളാണ്. ഇത് വറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഓട്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെല്ലമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ആണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടയാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. വാഴയില ഇല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ വാഴയിലയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാവും. ഇത് ഞാൻ ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടി അതിലേക്കാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. നേരിയതായി പരത്തി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുഴുവനായും ചെയ്തെടുക്കാം. അടയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടയെല്ലാം ഇതിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 15 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കാം. അടയൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എടുക്കാം. ഇപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണിത്. മധുരം കുറച്ച് എടുത്താൽ മതി, അധികം ആവശ്യമില്ല. അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.